ഹലോ ഗൈസ്, ബാക്ക് ടു മൈ ചാനൽ. സൈക്കോഗ്രാഫിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ദിവസം രണ്ടാമത്തെ എപ്പിസോഡാണ് ഗൈസ്. രാവിലെ മാർക്ക് പോയി ഞാൻ കണ്ടായിരുന്നു, അതിൻ്റെ റിവ്യൂ ഇട്ടായിരുന്നു. ഇപ്പോൾ ഞാൻ വൈകിട്ട് വിടുതലെ പാർട്ട് 2 കാണാനായിട്ട് വന്നിരിക്കുകയാണ് ഗൈസ്. വിടുതലെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഫസ്റ്റത്തെ പാർട്ട് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ സെക്കൻഡ് പാർട്ടിന് വേണ്ടി വെയിറ്റിംഗ് ആയിരുന്നു. വിജയ് സേതുപതി ആക്ടിങ്ങിനും എല്ലാത്തിനും വേണ്ടി വെയിറ്റിംഗ് ആയിരുന്നു. അപ്പം നമുക്ക് സിനിമ കണ്ടിട്ട് നമുക്ക് റിവ്യൂയിലോട്ട് വരാം ഗൈസ്. അപ്പം ഞാൻ പോയി സിനിമ കണ്ടിട്ട് വരും. 10 മിനിറ്റ് ഉണ്ട്. അപ്പം പോയിട്ട് എന്തെങ്കിലും കഴിക്കാൻ വേണ്ടി എന്തെങ്കിലും മേടിക്കണം. അപ്പം ഞാൻ മാത്രമല്ല, വൈഫും ഉണ്ട് എൻ്റെ കൂട്ടത്ത്. അപ്പം ഞങ്ങൾ സിനിമ കണ്ടിട്ട് റിവ്യൂ എന്താണെന്ന് പറയാം ഗൈസ്. അപ്പം ഞാൻ സിനിമ കാണാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ബൈ. അപ്പോൾ ഗൈസ്, വിടുതലെ പാർട്ട് 2 കണ്ടായിരുന്നു. വിടുതല എങ്ങനെ ഇമ്പോർട്ടൻ്റ് ആണോ അതേ കണക്ക് തന്നെ വിടുതലെ പാർട്ട് 2 ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളെ ലൈഫിലും നമ്മളെ ലൈഫ് സ്റ്റൈലിലായിരുന്നാലും നമുക്ക് ഇത്രയും നടന്നു വന്ന നമ്മളൊരു കാര്യങ്ങൾ എടുത്തു വയ്ക്കുകയായിരുന്നാലും എല്ലാ കാര്യങ്ങളിലും ഒരു ഇമ്പോർട്ടൻ്റ് നൽകുന്ന ഒരു സിനിമ തന്നെയാണ്. ഇപ്പോഴും പൊളിറ്റിക്കലായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോഴും ഒരുപാട് കാര്യങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. അനുഭവിച്ച് കഴിഞ്ഞ് ഇപ്പോൾ ബാക്കായി വന്നെങ്കിലും അതിനെക്കുറിച്ച് ഓർമ്മകളായി ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പോൾ നമ്മൾ സൊസൈറ്റിയിൽ എല്ലാവരും നമ്മൾ പൊളിറ്റിക്കലായിട്ട് പല കാര്യങ്ങൾ നമ്മൾ ഭാവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളെല്ലാം കറക്റ്റ് ക്യാച്ച് ചെയ്ത് നമുക്ക് മുന്നിൽ കൊണ്ട് കാണിക്കുന്ന ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ള ഡയറക്ടറാണ് വെട്രിമാരൻ. വിടുതലെ 2 കുറിച്ച് പറയുകയാണെങ്കിൽ വിടുതലെ ഫസ്റ്റിൻ്റെ ക്ലൈമാക്സിൽ വിജയ് സേതുപതിയെ വാദിയർ എന്ന് പറഞ്ഞിട്ടൊരു ക്യാരക്ടറിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരുമായിരുന്നു. അപ്പോൾ ലാസ്റ്റ് ക്ലൈമാക്സിൽ വിജയ് സേതുപതിയുടെ കുറച്ച് ഡയലോഗുണ്ട്. ആ ഡയലോഗിലാണ് സിനിമ തീരണത്. അപ്പോൾ ആ വാത്തി എന്ന് പറഞ്ഞ ഒരാൾ പെരുമാൾ സ്വാമിയാണെന്നും പുള്ളി ഒരു വിപ്ലവകാരിയാണെന്നും അധ്യാപകരിൽ നിന്ന് വിപ്ലവകാരി ആയത് എങ്ങനെയാണെന്നും അതിന് കുറേ ത്രോട്ടും കാര്യമൊക്കെ ഉണ്ട്. അതിനെക്കുറിച്ചിട്ടാണ് ഈ പാർട്ട് 2 പറയുന്നത്. വിജയ് സേതുപതി ആക്ടിങ് ബെസ്റ്റ് ആക്ടിങ് ആണ്, വേറെ ലെവലാണ് കേട്ടോ. പുള്ളിയുടെ ആക്ടിങ് എന്ന് പറയുമ്പോൾ ജീവിച്ച് കാണിക്കുക എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. മൊത്തത്തിൽ ചില ആക്ടേഴ്സിന് ഓരോ ആക്ടേഴ്സിനും ഓരോ രീതിക്കാണ് ആക്ടിങ്. പക്ഷേ വിജയ് സേതുപതിയുടെ ആക്ടിങ് വന്നിട്ട് വേറെ ലെവലാണ്. പുള്ളിയുടെ ആക്ടിങ് കഴിഞ്ഞ് നമുക്ക് കിട്ടുന്ന ഒരു ഇമ്പാക്റ്റ് എന്ന് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് നേരിൽ ഒരാളെ ഒരു കഷ്ടം കാണുന്നത് പോലെ തന്നെ തോന്നും. അത് വിജയ് സേതുപതിയുടെ പല സിനിമയിലും അങ്ങനെ തന്നെയാണ് വിജയ് സേതുപതിയുടെ ആക്ടിങ്. വെട്രിമാരനെ കുറിച്ച് പറയുകയാണെങ്കിൽ പുള്ളി ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു ഡയറക്ടറാണ്. പുള്ളിയുടെ കാസ്റ്റിംഗ് ആയിരുന്നാലും ഡയറക്ഷൻ ആയിരുന്നാലും സ്ക്രീൻ പ്ലേ ആയിരുന്നാലും എല്ലാം ഒരു വ്യത്യസ്ത രീതിയിലാണ് പുള്ളി കൊണ്ടുപോകുന്നത്. കഴിഞ്ഞ എല്ലാ സിനിമയിലും പൊളിറ്റിക്കലായിട്ടുള്ള കാര്യം പറയുകയായിരുന്നാൽ ഈ സിനിമയിൽ പൊളിറ്റിക്കലാണ്. എല്ലാ സിനിമയിലും വ്യത്യസ്തമായിട്ടുള്ളതും പറയേണ്ട കാര്യങ്ങളും പുള്ളി പറയുന്നുണ്ട്. എന്തുകൊണ്ടായിരുന്നാലും വെട്രിമാരൻ്റെ ഈ മൂവി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. എൻ്റെ ഇഷ്ടപ്പെട്ടൊരു മൂവിയിൽ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. വിടുതലെ 2 നല്ലൊരു മൂവിയാണ് ഗൈസ്. നിങ്ങൾ എല്ലാവരും പോയി കാണണം. ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒരുപാട് നമ്മൾ കാര്യങ്ങൾ അറിയേണ്ട കാര്യങ്ങൾ തന്നെയാണ് സിനിമയിൽ പറയുന്നത്. വിടുതലെ ഫസ്റ്റിലാണെങ്കിൽ കുറേ അവിടെയുള്ള ജനങ്ങളെല്ലാം പിടിച്ചുകൊണ്ട് വന്ന് ഒരു പോലീസിനെ ക്യാമ്പിൽ കൊണ്ടുവന്നിട്ട് അടിച്ച് റെഡിയാക്കണ കുറേ സീനുണ്ട്. നേക്കഡായിട്ടൊക്കെ നിർത്തി അടിച്ച് റെഡിയാക്കണ സീനൊക്കെ ഉണ്ട്. ആ സീനെ കാണുമ്പോൾ നമുക്ക് ഒരുപാട് വിഷമങ്ങൾ. ആദ്യം നമ്മൾ പോലീസുകാരന്മാർ ഇങ്ങനെ രീതികളെ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിലും കുറേ കഴിയുമ്പോൾ നമ്മൾ ഈ പോലീസുകാരന്മാർക്ക് ഭയങ്കര വെറുപ്പം ഈ ഒരു പ്രശ്നവും കാര്യങ്ങളും നടക്കുമ്പോൾ. അപ്പോൾ പാർട്ട് 2 നമ്മൾ തുടങ്ങുന്ന സമയത്തെ പോലീസുകാരെന്ന് പറഞ്ഞാൽ നമ്മൾ എനിമിയായിട്ടായിരിക്കും പ്രേക്ഷകർ കണ്ടു തുടങ്ങുന്നത്. ഇതിലും പോലീസുകാരന്മാർ അങ്ങനെ കുറേ അതിലൊരു വൻ ക്രിമിനലായിട്ടുള്ളൊരു പോലീസുകാരന്മാരെ വൻ സീനും കാര്യങ്ങളെല്ലാം കാണിച്ചിട്ടുണ്ട്. നല്ലതായിട്ടും കാണിച്ചിട്ടുണ്ട്, മോശമായിട്ടും കാണിച്ചിട്ടുണ്ട്. റിയൽ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. കമ്മ്യൂണിസത്തിൻ്റെ ഫസ്റ്റ് തമിഴ്നാട് എങ്ങനെ വന്ന രീതി എന്താണെന്ന് കാണിക്കുന്നുണ്ട്. ഇല്ല, അത് ആ ഒരു കമ്മ്യൂണിസം മാവോയിസ്റ്റ് രീതിയിലോട്ട് എങ്ങനെ പോയെന്ന് ഈ സിനിമയിൽ കാണിച്ചിട്ടുണ്ട്. എന്തായിരുന്നാലും ഗൈസ്, ഈ സിനിമ നല്ലൊരു മൂവിയാണ്. നിങ്ങളെല്ലാവരും മസ്റ്റായിട്ട് തിയേറ്ററിൽ പോയി വാച്ച് ചെയ്യണം. വളരെ പൊളിറ്റിക്കലായിട്ട് ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്ന ഒരു മൂവി തന്നെയാണ് വിടുതലെ പാർട്ട് 2. അപ്പോൾ അടുത്ത് നെക്സ്റ്റ് ഒരു പാർട്ടില്ല, ഇതാണ് ലാസ്റ്റ് പാർട്ട്. നിങ്ങളെല്ലാവരും മസ്റ്റായിട്ട് തിയേറ്ററിൽ പോയി കാണണം ഗൈസ്. നല്ലൊരു മൂവിയാണ്. സിനിമാറ്റോഗ്രാഫി ആയിരുന്നാലും സ്ക്രീൻ പ്ലേ ബേസ് ആയിരുന്നാലും ഡയറക്ഷനിലായിരുന്നാലും എല്ലാം അടിപൊളിയായിട്ട് വെട്രിമാരൻ ചെയ്തിട്ടുണ്ട്. മഞ്ജു വാര്യറുണ്ട്, മലയാളത്തിൽ മഞ്ജു വാര്യൻ്റെ ആക്ടിങ് പൊളിയാണ്. വിജയ് സേതുപതിയുടെ വൈഫായിട്ടാണ്. കുറേ പ്രശ്നങ്ങൾ, ഫാക്ടറി പ്രശ്നങ്ങളും നാട്ടിലെ പ്രശ്നങ്ങളും പണിയെടുക്കുന്ന പ്രശ്നങ്ങളും നിറത്തിൻ്റെ പ്രശ്നങ്ങൾ വരെ, നിറത്തിൻ്റെ രാഷ്ട്രീയം വരെ ഈ സിനിമയിൽ സംസാരിച്ച് പോയിട്ടുണ്ട് വെട്രിമാരൻ. അപ്പം ഗൈസ്, ഇതാണ് എനിക്ക് ഈ സിനിമയെക്കുറിച്ച് പറയാനുള്ളത്. നിങ്ങൾക്ക് മസ്റ്റായിട്ട് പോയി ഈ ക്രിസ്മസിന് ഫ്രീ ടൈം കിട്ടുമ്പോൾ നിങ്ങളെല്ലാവരും പോയി സിനിമ കാണുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ ഗൈസ്.